ഇതെന്താ തട്ടുപാത്ര ഇലയൊക്കെ ആയിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നേ? മാധവമ്മ ഇവിടുന്ന് പോയിന്ന് ഇപ്പോ എനിക്കങ്ങോട്ട് വിശ്വാസമായിട്ടില്ല ശ്യാമളേച്ചി. ഒന്നും ആലോചിക്കാണ്ട് ഓണസദ്യയും കൊണ്ട് വന്നതാ. വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഒരു പങ്ക് കൊണ്ട് നേരെ ഈടേക്ക് വരുന്നൊരു പതിവുണ്ടല്ലോ. ചില കാര്യങ്ങൾ അങ്ങനെയാ സുധേ. പൊരുത്തപ്പെടാൻ നമ്മൾ നന്നേ ബുദ്ധിമുട്ടും. മാധവമ്മയില്ലാതെ ഓണത്തിനൊരു പൂർണ്ണതയില്ലെന്ന് എനിക്കും തോന്നിയിരുന്നു. ഞാനും അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നിന്റെ കാര്യം പറയാനുണ്ടോ? എനക്കും അതേ ശ്യാമളേച്ചി. ഓണം ആഘോഷിച്ചെങ്കിലും എന്തോ ഒരു കുറവുള്ള പോലെ. അത് മറ്റൊന്നുമല്ല, മാധവമ്മ തന്നെയാ. ആ, എന്തായാലും മോന്റെയും മോളുടെയും കൊച്ചുമോളുടെയും അടുത്തേക്കല്ലേ പോയത്. മാധവമ്മയ്ക്ക് അവിടെ സുഖമായിരിക്കും. കൊച്ചുമോളെന്ന് വെച്ചാ മാധവമ്മയ്ക്ക് ഭയങ്കര ജീവനാ. ഓളോടൊപ്പം മാധവമ്മ ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ ശ്യാമളേച്ചി? പക്ഷേ കാര്യങ്ങൾ നീ കരുതും പോലെ അല്ല സുധാമണി. കീർത്തനയുടെ അച്ഛനും മാധവമ്മയുടെ മോനുമായി ഫോണിൽ സംസാരിക്കുന്നതിന്റെ പൊട്ടും പൊടിയൊക്കെ ഞാനും കേൾക്കാറുണ്ട്. ആ ശരത്ത് നീ കരുതുന്നത് പോലെ അത്ര നല്ലവനൊന്നുമല്ല. അതിനേക്കാൾ കൊടിയ വിഷമാ അവന്റെ ഭാര്യ റാണി. കീർത്തനയുടെ അച്ഛന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് മാധവമ്മയുടെ സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി ആ മോനും മരുമോളും കൂടി സ്നേഹം നടിച്ചു കൊണ്ടുപോയതാ അവരെ. എന്റെ മുത്തപ്പ, സത്യാണോ ശ്യാമളേച്ചി ഇങ്ങളീ പറയുന്നത്? അവരുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോ ആ കാര്യം നടന്നു കഴിഞ്ഞാ മാധവമ്മന്റെ അവസ്ഥ എന്താവും? എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുമായിരിക്കും. ഇതെല്ലാം അറിഞ്ഞോണ്ട് പിള്ളേച്ച് നീനൊക്കെ കൂട്ടി നിൽക്കാന്നോ? അങ്ങേരുടെ കാര്യം നിനക്ക് അറിയാലോ സുധാമണി. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ തന്നെ ആ തല്ല് കിട്ടിയതിന്റെ ദേഷ്യം ഇന്നും അങ്ങേരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. നിന്നെയും മാധവമ്മയും ദ്രോഹിക്കാൻ കിട്ടുന്ന ഒരവസരവും അങ്ങേര് പാഴാക്കില്ല. നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ ശ്യാമളേച്ചി? ഇതൊക്കെ നമ്മൾ കൂടിയ കൂട്ടുന്ന കാര്യമാണോ സുധേ? അവർക്കൊന്നും വരുത്തരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്താ ചെയ്യാ? ഇങ്ങനെയാണെങ്കിലേ എപ്പോഴും നിന്നെ കാത്തു നിന്ന് ഞാനൊരു വഴിയാകത്തേ ഉള്ളൂ. കൃത്യനിഷ്ഠ വേണം, കൃത്യനിഷ്ഠ. ഓരോരുത്തരെ കണ്ണുവെട്ടി ചെത്താൻ പറ്റുന്ന പാട് എനിക്കേ അറിയൂ. അതൊക്കെ പോട്ടെ, ബാലിച്ചന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഇതുവരെയായി? ആൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു. കല്യാണ ദിവസം നീ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി തന്നെ വരണം. എങ്കിലേ ചില ആൾക്കാർക്ക് നിന്നെ കുറിച്ച് ചില ഇംപ്രഷനൊക്കെ ഉണ്ടാവും. ചില ആൾക്കാരോ? അതാരാ? എടി കൊച്ചെ, കല്യാണ ദിവസം രാവിലെ മുതൽ കല്യാണം കഴിഞ്ഞ് ഏട്ടനെയും ഏട്ടത്തെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അമ്മയോടൊപ്പം ഇടം വലം നീയും ഉണ്ടാവണം. നീ ഞങ്ങളുടെ വീട്ടിലെ ഭാവി മരുമോളല്ലേ. എല്ലാ കാര്യങ്ങൾക്കും നീ മുൻപന്തി തന്നെ ഉണ്ടാവണം. നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആവാനുള്ള ഒരു വലിയ അവസരമാണിത്. എല്ലാരും നിന്റെ പ്രസരിപ്പും കാര്യശേഷിയും ചുറുചുറുക്കും ഒക്കെ കണ്ട് അന്തം വിടണം. അച്ഛൻ എന്നെ കല്യാണത്തിനോ പാർട്ടിക്കോ കൂടാൻ വിടില്ലെന്നാ പറയുന്നേ. അയ്യോ, അങ്ങനെയാണെങ്കിൽ പരിപാടി കുളമാവല്ലോ. എന്തെങ്കിലും ഒരു പോംവഴി നീ മനസ്സിൽ കാണുന്നുണ്ടോ? എന്റെ മനസ്സിൽ ഒരു പോംവഴിയും തോന്നുന്നില്ല. നീ ഉടായിപ്പിന്റെ ഉസ്താദല്ലേ, എന്തെങ്കിലും പോംവഴി നിന്റെ മനസ്സിൽ തെളിയാതിരിക്കില്ല. അയ്യോ, ഞാനിപ്പോ അങ്ങനെയൊന്നും അല്ല, പക്ക ഡീസന്റാ. നീ അറിഞ്ഞില്ലായിരുന്നോ? എന്നാ പിന്നെ ഞാൻ വരണ്ടാന്ന് വെക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? നീ അങ്ങനെ പറയല്ലേ. ഞാൻ ഉടായിപ്പ് നിർത്തിയെന്ന് വെച്ച് ഇനി തുടങ്ങിക്കൂടാന്നൊന്നും ഇല്ലല്ലോ. നിനക്ക് വേണ്ടിയാവുമ്പോ ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്യും. നീ എന്റെ മുത്തല്ലേ. ഇനി നിന്നാലേ അച്ഛൻ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. നില്ല്. നിന്നെ അങ്ങനെ അങ്ങ് വിടാൻ തോന്നുന്നില്ല.
പോകാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല സാഗർ. ഇനി നിന്നാ പ്രശ്നമാകും. കല്യാണത്തിന് മുമ്പേ കലമിട്ട് അടയ്ക്കണോ? അയ്യോ വേണ്ടേ, കല്യാണം ഭംഗിയായിട്ട് നടക്കട്ടെ. ശരി. മോളെ മാധവമ്മേ, നീ എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? മാധവമ്മ പോയതിന്റെ വിഷമം എന്നെ ഒരു കാലത്തും വിട്ടു പോകൂല. ആര് പറഞ്ഞു ഞാൻ നിന്നെ വിട്ടു പോയെന്ന്? മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ട് മോളെ. മാധവമ്മേ, ആടെ സുഖാന്നോ? ഞാനിവിടെ എന്റെ മകന്റെ ഒപ്പമല്ലേ. പിന്നെ എനിക്ക് കൂട്ടിനിവിടെ മാളൂട്ടിയുണ്ടല്ലോ. എല്ലാ ഓണത്തിനും മാധവമ്മന്റെ വക ഒരു ഉരുള ചോറ് എനിക്ക് കിട്ടിയിരുന്നു. ഇപ്രാവശ്യം കൂടെ ഇല്ലാത്തപ്പോഴാ നമ്മൾ ചിലരുടെ വില അറിയുന്നത്. ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ടായിരുന്നു മോളെ? ബാലുമോന്റെ കല്യാണം നിശ്ചയത്തിന് ശേഷമുള്ള ആദ്യത്തെ ഓണമല്ലായിരുന്നു? അപർണന്റെ വീട്ടുകാരെല്ലാം വന്നു. അവർക്ക് ഞാൻ ഓണസദ്യ ഒരുക്കി. പിന്നെ ഉപ്പില്ലാത്ത സദ്യ പോലെ ആയിപ്പോയി എന്റെ മാധവമ്മ ഇല്ലാത്ത ഓണം. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ മോളെ. ഒക്കെ വരും പോലെ അനുഭവിക്കാനുള്ള മനസ്സോടെ ജീവിക്കേ നിവൃത്തിയുള്ളൂ. ഒരു പനി വന്നാൽ തളർന്നു പോകുന്ന നമുക്ക് ഈശ്വരനെ എതിരിടാനോ വെല്ലുവിളിക്കാനോ കഴിയില്ല. അത് മനസ്സിലാക്കാതെയാ മനുഷ്യരെ അഹങ്കാരം കാട്ടുന്നത്. മാധവമ്മ എന്റെ ബാലുവിന്റെ കല്യാണത്തിന് വരണം, മോനെ അനുഗ്രഹിക്കണം. എന്റെ പോക്കും വരവും ഒക്കെ മറ്റുള്ളവരുടെ സൗകര്യത്തിനനുസരിച്ചല്ലേ മോളെ. വരാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. വന്നില്ലെങ്കിലും എന്റെ അനുഗ്രഹം ബാലുമോനുണ്ടാകും. നീ വിഷമിക്കണ്ട മോളെ. ഒരു ഫോൺ വിളിയുടെ അകലത്തിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും, ഭഗവാൻ വിളിക്കുന്നത് വരെ. ഞാൻ എല്ലാ ദിവസവും വിളിക്കാം മാധവമ്മ. എനിക്ക് എപ്പോ കേൾക്കണം അമ്മന്റെ ഈ ശബ്ദം. ശരി മോളെ. വഴിന്ന് മാറി നിക്ക്. എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്റെ അമ്മയും ആങ്ങളമാര് ചേർന്ന് അമ്മാതിരി ഷോ കാണിച്ചിട്ട് പോയതല്ലേ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പോയാ മതി. നിനക്ക് വല്ലാത്ത പേടി തോന്നുന്നുണ്ടല്ലേ? എനിക്ക് ഒരു പേടിയില്ല. ഇല്ലെങ്കിൽ നീ പേടിക്കും, ഞാൻ പേടിപ്പിക്കും. ഒന്ന് പോടാ. നിക്കടി. നിന്നെ ഞാൻ പിടിച്ച് തിന്നത്തൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പൊക്കും. നിന്റെ ആങ്ങളമാരിൽ നിന്ന് കിട്ടിയ അടി എനിക്ക് ഇരട്ടി ഊർജമായി. എന്റെ ഫോണിൽ നിന്നല്ലേ നിന്റെ ആങ്ങളമാര് സ്റ്റിൽസും വീഡിയോസും ഡിലീറ്റ് ചെയ്തുള്ളൂ. അതൊന്നും ഞാൻ എന്റെ ഫോണിൽ നിന്നും ഷൂട്ട് ചെയ്തതോ ക്ലിക്ക് ചെയ്തതോ അല്ല.
അതൊക്കെ ഫോർവേഡുകളായിരുന്നു എന്ന് അറിയാനുള്ള ബുദ്ധി പോലും വിട്ടി കൂഷ്മാണ്ഡങ്ങളായ നിന്റെ ചേട്ടന്മാർക്കുണ്ടായില്ല. എല്ലാം എൻ്റെ ഫ്രണ്ട്സിന്റെ മൊബൈൽ ഫോണുകളിൽ നിന്ന് അവന്മാരെനിക്ക് അയച്ചു തന്നതാണ്. ഇപ്പൊ നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ, നല്ല പേടി തോന്നുന്നുണ്ട്. നിന്റെ കണ്ണുകളിൽ എനിക്കത് കാണാം. എന്റെ എല്ലാ ക്ലോസ് ഫ്രണ്ട്സിന്റെ കയ്യിലും അതിന്റെ കോപ്പികളുണ്ട്. നീ എന്ത് വിചാരിച്ചു? നിന്റെ ആങ്ങളമാരെ വിട്ട് എന്നെ 2 കൊട്ടുകൂട്ടിയ ഞാൻ അങ്ങ് പേടിച്ചൊതുങ്ങി മാളത്തിൽ കയറുന്നു. വെട്ടി മുറിച്ചിട്ട മുറി കൂടുന്ന ജനുസാടിയത് എന്റെ അച്ഛനെ അറിയോ നിനക്ക്? നിനക്കറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ? നീയും അറിയും, നിന്റെ ചേട്ടന്മാരും അറിയും താമസിയാതെ. എന്തിനും ഏതിനും എനിക്കെന്റെ അച്ഛനുണ്ട്. എന്തിനും പോകുന്നൊരച്ഛൻ. ഓർത്തോ? പ്രമോദ് സാറല്ലേ? കുമാരൻ ഞാൻ തന്നെ. ഒറ്റ വീട് കുമാരൻ എന്നാ ജംഗ്ഷനിൽ എല്ലാരും എന്നെ വിളിക്കുന്നത്. അടിപൊളിയും കൊട്ടേഷനുമാണോ കുമാരന്റെ പണി? പിന്നല്ലേ, ആഴ്ചയിൽ കുറഞ്ഞൊരു 3 തല്ലെങ്കിലും ഞാൻ ഉണ്ടാക്കും. ഒരു 3-4 പേര് വന്നാലും ഞാൻ ഒറ്റയ്ക്ക് മതി. 4 പേരെ കുമാരൻ ഒറ്റയ്ക്കോ? പിന്നല്ലാതെ ഒരു 4 പേരുടെ അടിയൊക്കെ ഞാൻ നിന്നുകൊള്ളു. പിന്നെ കൂടുതലായ ഞാൻ ചത്തു. സാറ് വിളിപ്പിച്ച കാര്യം പറ. ചീട്ട് കളിച്ചോണ്ടിരുന്നിടത്തിന് എഴുന്നേറ്റ് വരിക. എടോ, താൻ ഒറ്റ വീട് കോളനി താമസിക്കുന്ന ബാലുവിന്റെ വീട്ടുകാരോടൊക്കെ നല്ല ടേംസിലാണോ? ആര്? ഈ സുധാമണി ചേച്ചിയുടെ മകൻ ബാലഗോപാലനാണ്. അതെ. പിന്നെ നല്ല ടേംസിലല്ലേ. അവര് മാത്രമല്ല, ഒറ്റ വീട് കോളനിയിലെ എല്ലാവരുമായിട്ട് ഞാൻ നല്ല ബെസ്റ്റ് ടേംസിലാണ്. സാറ് വിളിപ്പിച്ച കാര്യം പറ. എടോ, ആ ബാലുവിന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു സാധനം പൊക്കണം. വെയിറ്റുള്ള വല്ലതും ആണോ? അത് ഐ മീൻസ് ഈ ഗ്യാസ് കുറ്റിയെ പോലെ വല്ലതും? അതൊന്നും അല്ല, ഒരു ഹാർഡ് ഡിസ്ക്. അതെന്ത് സാധനം? ഈ ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടുന്ന വല്ല സാധനമാണോ? എടോ, ഒരു സോപ്പ് കുട്ടിയുടെ സൈസിലൊക്കെ ഉള്ള ഒരു കറുത്ത ബോക്സ് ആണ്. കൊള്ളാം, ബെസ്റ്റ്. അങ്ങനൊരു സാധനം ആ വീട്ടിൽ ഇത് എവിടുന്ന് തപ്പിയെടുക്കാനാണ്? ഒന്നുകിൽ അത് അവന്റെ ലാപ്ടോപ്പ് ബാഗിലുണ്ടാവും. അതെന്ത് സാധനം? എടോ, അവൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന ലാപ്ടോപ്പ് ഇല്ലേ, കമ്പ്യൂട്ടർ, അതിന്റെ ഭാഗ്യം. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ആ ബാഗ് ഞാൻ അടിച്ചു മാറ്റി തരണം അല്ലേ? അതെ. സാറെന്ത് വിചാരിച്ചു, ഞാനൊരു കള്ളനാണെന്നോ? കാര്യം കുമാരൻ കള്ളു കുടിക്കും, ചീട്ട് കളിക്കും, കുടുംബം നോക്കാത്തവരും ഒക്കെയാണ്. പക്ഷേ ഇന്ന് വരെ ഞാൻ ഒരാളുടെ പൈസ കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ ഇല്ല. അല്ലെങ്കിൽ തന്നെ കണ്ടാൽ അറിയാം, തന്നെ കൊണ്ട് ഈ പരിപാടി നടക്കില്ല. ഞാൻ പോവാ. പിന്നെ ഞാനും നിങ്ങളും കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഓക്കെ? അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ പറഞ്ഞു തീർന്നില്ല. വിട. ഇനി എന്തു പറയാനാ? ഇതുവരെ താൻ ആരെയും കട്ടിട്ട് മോഷ്ടിച്ചിട്ടും ഇല്ലെന്നല്ലേ പറയാൻ വരുന്നത്? പക്ഷേ ഇന്ന് ഞാനത് ചെയ്യും. സാറിന് വേണ്ടി മാത്രം. പക്ഷേ വേണ്ട പോലെ കാണണം തന്നെ. സാർ കാര്യം പറ. എടോ, ആ ബാലു ഓഫീസിൽ കൊണ്ടുപോകുന്ന ഒരു ബാഗിൽ ഒരു കറുത്ത സോപ്പൊട്ടിയുടെ സൈസിലുള്ള ഒരു ബോക്സ് ഉണ്ട്. അതിട്ട് വെക്കുന്ന ചെറിയ ചുവപ്പ് ബാഗ്. ആ ബാഗിൽ ഇല്ലെങ്കിൽ അത് ചിലപ്പോ ഷെൽഫിലോ മേശയ്ക്കുള്ളിലോ ആ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോ വീട് മുഴുവൻ തപ്പി വേണം മോഷ്ടിക്കാൻ. നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. അതുകൊണ്ടല്ലേ ഫോൺ വിളിച്ചപ്പോ തന്നെ തനിക്കൊരു ഫുൾ ബോട്ടിൽ ഓഫർ ചെയ്തത്. ഇത്രയും വലിയൊരു പണിയും തന്നിട്ട് ഒരു കുപ്പി കള്ളില് ഈ കുമാരനെ ഒതുക്കാന്ന് കരുതിയോ സാറ്? അതൊന്നും നടപടിയാവില്ല സാറേ. ഒരു കുപ്പിയിൽ ഒതുങ്ങുന്നു വിചാരിച്ചവൻ ഡിമാൻഡ് ഇടുന്നു. നല്ല കാശ് മേടിക്കാനാണെന്ന് തോന്നുന്നു. അല്ല, സാർ എന്താ ഈ ആലോചിക്കണേ? പറ്റിയില്ലെങ്കിൽ വിട്ടേക്ക് സാറേ, വിട്ടേക്ക്. താൻ എന്താ ഉദ്ദേശിക്കുന്നത് പറ. അങ്ങനെ ഒരു കുപ്പി മദ്യത്തിലൊന്നും ഒതുങ്ങില്ല സാറേ. അന്തസ്സുള്ളവനാണ് ഈ കുമാരൻ.
അതുകൊണ്ട് സാർ എനിക്ക് മിനിമം ഒരു 3 കുപ്പിയെങ്കിലും തരണം. അത്രേ ഉള്ളൂ? ആ ഓക്കെ, അത് ഞാൻ തരാം. അപ്പോ 1 കുപ്പി അഡ്വാൻസ്, ബാക്കി 2 എണ്ണം കാര്യം കഴിഞ്ഞിട്ട്. പക്ഷേ ഡീലായിരിക്കണം. അത് ഈ കുമാരന് നിർബന്ധമാണ്. എന്നാലേ ഞാൻ ലോക്ക് ചെയ്യുള്ളൂ. ലോക്ക് ചെയ്യട്ടാ? വേണ്ടി ലോക്ക് ചെയ്യട്ടാ? ചാവും. അഡ്വാൻസ് പിടിച്ചു. പിന്നെ ഇതെനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. അറിഞ്ഞ തന്റെ ഇടപാട് ഞാൻ തീർക്കും. മനസ്സിലായോ? അതൊക്കെ എനിക്കറിയാം സാറേ. ആ കാര്യത്തിലൊക്കെ കുമാരൻ വേറെ ലെവലാ. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഞാനത് എടുത്തിട്ട് സാറിനെ വിളിക്കാം. ചുവന്ന കവറും കറുത്ത ഡിസ്ക്, ചുവന്ന കവറും കറുത്ത ഡിസ്ക്, ചുവന്ന കവറും കറുത്ത ഡിസ്ക്, കറുത്ത ചുവന്ന കവർ കറുത്ത ഡിസ്ക്. സാർ വയ്ക്കോ, സാധനം എടുത്തിട്ട് കാണാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സമ്മതിക്കൂല. നിങ്ങൾക്കത് വെറുതെ തോന്നുക. ആ ശരി ശരി, ഞാൻ പറയാം. ആ ശരി. ഓ, ഇത്ര പെട്ടെന്ന് വിസിൽ വന്നാ? ചുവന്ന ബാഗ്, കറുത്ത ഡിസ്ക്, ചുവന്ന ബാഗ് കറുത്ത ഡിസ്ക്, ഇത് തന്നെ സാധനം. കേറണില്ല. കാണിക്കുന്നു. ഇതെന്തിനാ ഇതെല്ലാം മാരി വലിച്ചിട്ടിനി? നീ എന്തെന്നാ പരതുന്ന്? എന്നടാ പരതുന്ന്? എന്നാ കാര്യം? എന്റെ പ്രോജക്റ്റിന്റെ ഹാർഡ് ഡിസ്ക് കാണുന്നില്ല. ആ എന്നാ സാധനം? എന്റെ ഓഫീസിലെ നമ്മുടെ ടീം ഏറ്റെടുത്തിരുന്ന വലിയ പ്രോജക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഹാർഡ് ഡിസ്ക് ഇവിടെ ഉണ്ടായിരുന്നു. അതിപ്പോ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അത്ര പ്രധാനപ്പെട്ട ഒരു സാധനമാണെങ്കിൽ ആല സൂക്ഷിച്ചു വെക്കണ്ടേ ബാലു? അമ്മേ, എന്റെ ലാപ്ടോപ്പ് ബാഗിനകത്താ അതുണ്ടായിരുന്നത്. ഞാനിനി അപർണയോട് എന്ത് പറയും?